നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. PSC റാങ്ക് ലിസ്റ്റിൽ ആ പേര്, അതും ഏറ്റവും മുകളിൽ കാണണം. അതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം, അല്ലേ? ആ സ്വപ്നത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഡെയിലി കറണ്ട് അഫയേഴ്സ്. അപ്പോൾ പിന്നെ സമയമൊട്ടും കളയണ്ട, നമുക്ക് നേരെ ഫെബ്രുവരി 21 ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരാൻ ചാൻസുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. റെഡിയല്ലേ? എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണിത്. ഒരു മാർക്ക്, ആ ഒരൊറ്റ മാർക്ക് മതി നമ്മുടെ റാങ്ക് ആയിരക്കണക്കിന് പിന്നോട്ട് പോകാൻ. ചിലപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു ചെറിയ പോയിന്റ് ആയിരിക്കും ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഓരോ കാര്യവും ശ്രദ്ധിച്ചു കേൾക്കണം. നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ലോകത്തും നമ്മുടെ രാജ്യത്തും നടന്ന ഏറ്റവും വലിയ വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഭാഗത്തുനിന്ന് എപ്പോഴും ചോദ്യങ്ങൾ ഉറപ്പാണ്. നമ്മുടെ ആദ്യത്തെ പോയിന്റ് ഒരു തീയതിയാണ്, ഫെബ്രുവരി 21. എന്താണിതിന്റെ പ്രത്യേകത? അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. ബംഗ്ലാദേശില് സ്വന്തം ഭാഷയ്ക്ക് വേണ്ടി ജീവൻ നൽകിയവരുടെ ഓർമ്മയ്ക്കായി യുനെസ്കോയാണ് ഈ ദിനം ആചരിക്കുന്നത്. പരീക്ഷകൾക്ക് ഈ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഒരു രക്ഷകനാണ്, മാർക്ക് നേടാൻ. അപ്പോൾ ഈ തീയതി മനസ്സിൽ ഉറപ്പിച്ചോ, ഫെബ്രുവരി 21. ഇനി ഈ ദിവസവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത കാര്യം, അതിന്റെ പ്രമേയം അല്ലെങ്കിൽ തീം. 2026 തീം ബഹുഭാഷാ വിദ്യാഭ്യാസത്തിൽ യുവാക്കളുടെ ശബ്ദം എന്നതാണ്. എന്താണിത്? സിംപിളായി പറഞ്ഞാൽ ഒന്നിലധികം ഭാഷകൾ പഠിക്കുന്നതിന്റെ പ്രാധാന്യം, അതിൽ യുവാക്കളുടെ പങ്ക്, അതാണ് വിഷയം. അപ്പോൾ ഓർക്കുക, ദിവസങ്ങൾ പോലെ തന്നെ പ്രമേയങ്ങളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ. ശരി, ഇനി നമുക്ക് ഭൂമിയിൽ നിന്ന് നേരെ ബഹിരാകാശത്തേക്ക് പോകാം. ഒരു കിടിലൻ വാർത്തയുണ്ട്. നാസയുടെ ആർട്ടിമിസ് 2, അതായത് ചന്ദ്രന് ചുറ്റിവരാനുള്ള ദൗത്യം. അതിലെ യാത്രികളുടെ പേരുകൾ പ്രഖ്യാപിച്ചു. അപ്പോ ആരൊക്കെയാണ് ഈ ചരിത്ര ദൗത്യത്തിലെ ആൾക്കാരെന്ന് നോക്കാം. ജെറമി ഹാൻസൺ, ക്രിസ്റ്റീന കോക്ക്, വിക്ടർ ഗ്ലോവർ, പിന്നെ റീഡ് വൈസ്മാൻ. ഓ, 4 പേരുണ്ടല്ലോ. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവോ? ഒരു പേടിയും വേണ്ട, നമുക്കൊരു കോഡ് വെച്ച് പഠിക്കാം. സിമ്പിളാണ്. ജെറമി, ക്രിസ്റ്റീന, വിക്ടർ, ഇവർ 3 പേരും കൂടി ചന്ദ്രനിലേക്ക് ഒരു റൈഡിന് പോയി. എങ്ങനെ? JCVR, ജെറമി, ക്രിസ്റ്റീന, വിക്ടർ, റൈഡ്. ഇനി മറക്കില്ല, ഉറപ്പ്. ഇനിയൊരു സങ്കടവാർത്തയിലേക്ക്. സാഹിത്യലോകത്തെ വലിയൊരു നഷ്ടം. ലോകം മുഴുവൻ ശങ്കർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മഹാനായ ഒരു എഴുത്തുകാരൻ അന്തരിച്ചു. ഒരു കാര്യം ശ്രദ്ധിക്കുക, തൂലികാനാമങ്ങൾ PSCയുടെ ഇഷ്ടചോദ്യങ്ങളിലൊന്നാണ്. അതുകൊണ്ട് ഈ പേര് മനസ്സിൽ കുറിച്ചിടുക, ശങ്കർ. ആരായിരുന്നു ഈ ശങ്കർ? അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മണിശങ്കർ മുഖോപാധ്യായ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ 2 പുസ്തകങ്ങളാണ് ചൗരംഗി, പിന്നെ സീമാബാധ. എന്നപ്പോ 3 കാര്യങ്ങൾ ഓർക്കണം: മണിശങ്കർ മുഖോപാധ്യായ, തൂലികാനാമം ശങ്കർ, പ്രധാന കൃതികൾ ചൗരംഗി, സീമാബാധ. ക്ലിയറല്ലേ? ശരി, ലോകത്തു നിന്നും രാജ്യത്തു നിന്നും നമുക്കിനി നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വരാം. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാന സർക്കാരിന്റെ ഒരു പുതിയ സംരംഭം, നമ്മുടെ കേരളം എന്ന പേരിലൊരു മൊബൈൽ ആപ്പ്. ഇതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ട എല്ലാ സർക്കാർ സേവനങ്ങളും ഇനി പല പല ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ട, പല വെബ്സൈറ്റിൽ പരുതണ്ട, എല്ലാം കൂടെ ഒരൊറ്റ ആപ്പിൽ. നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ഉപയോഗിക്കില്ലേ, അതുപോലെ സർക്കാർ സേവനങ്ങൾക്കായി ഒരൊറ്റ ആപ്പ്. അതാണ് നമ്മുടെ കേരളം. സംഭവം കൊള്ളാമല്ലേ? ഓക്കെ, ഇനി നേരെ കായിക ലോകത്തേക്കൊരു ഓട്ടമാണ്. കുറേ റെക്കോർഡുകളൊക്കെ അവിടെ പൊട്ടിത്തകരുന്നുണ്ട്. പുതിയ ചാമ്പ്യന്മാർ വരുന്നുണ്ട്. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ് സ്പോർട്സ്. റെഡിയായിരുന്നോ? ഈ നമ്പർ കണ്ടോ, 700. എന്താണിത്? ഇതൊരു സാധാരണ സംഖ്യയല്ല. കായിക ലോകത്ത് ഒരു പുതിയ ചരിത്രം കുറിച്ച സംഖ്യയാണിത്. ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എന്തായിരിക്കും ഈ 700? ഇതാണ് ഉത്തരം. T20 ക്രിക്കറ്റിൽ 700 വിക്കറ്റ് നേടുന്ന ലോകത്തിലെ ആദ്യത്തെ ബൗളർ അഫ്ഗാനിസ്ഥാന്റെ സൂപ്പർ താരം റാഷിദ് ഖാൻ. ഇത് മനസ്സിലങ്ങ് പതിപ്പിച്ചോളൂ. ഒരു റെക്കോർഡ് ആദ്യമായി സംഭവിക്കുമ്പോൾ അത് പരീക്ഷയിലെ ഒരു ചോദ്യമായി മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത നമ്പർ 21. 700 പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു സംഖ്യ. എന്തായിരിക്കും ഈ 21? ആലോചിച്ചു നോക്കൂ. കായിക രംഗത്തെ ഒരു വലിയ നേട്ടം തന്നെയാണിതും. ചെസ്സിലെ രാജാവ്, നോർവേയുടെ മാഗ്നസ് കാൾസൺ, അദ്ദേഹം തന്റെ 21ാമത് ലോക കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. ചുമ്മാ പറഞ്ഞാൽ കാൾസനെ സംബന്ധിച്ച് ലോക കിരീടം നേടുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ചായ കുടിക്കുന്ന പോലൊരു ശീലമായിട്ടുണ്ടാവുമല്ലേ? ഇനി നമുക്ക് ഇന്ത്യൻ ഓപ്പൺ റേസ് വാക്ക് ചാമ്പ്യൻഷിപ്പിലേക്ക് വരാം. ഇവിടത്തെ സ്വർണ്ണ മെഡൽ ജേതാക്കളുടെ പേരുകൾ പഠിച്ചുവെക്കണം. പുരുഷന്മാരുടെ വിഭാഗത്തിൽ റാം ബാബു, വനിതകളുടെ വിഭാഗത്തിൽ മഞ്ജുറാണി. ഈ 2 പേരുകളും മറക്കരുത്. ദേശീയതലത്തിലെ വിജയികളെക്കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്.
ശരി, അപ്പൊ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി അതൊക്കെ ഓർമ്മയുണ്ടോന്ന് അറിയണ്ടേ? ഒരു ചെറിയ ക്വിസ്. ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾ മനസ്സിൽ പെട്ടെന്ന് ഉത്തരം പറയണം. റെഡിയല്ലേ? നോക്കാം. ഓക്കേ, ആദ്യത്തെ ചോദ്യം. T20 ക്രിക്കറ്റിൽ 700 വിക്കറ്റ് വീഴ്ത്തിയ ആദ്യത്തെ ബോളർ ആരാണ്? റാഷിദ് ഖാൻ, അഫ്ഗാനിസ്ഥാന്റെ റാഷിദ് ഖാൻ. ശരിയായില്ലേ? രണ്ടാമത്തെ ചോദ്യം. എഴുത്തുകാരൻ മണിശങ്കർ മുഖോപാധ്യായയുടെ തൂലികാനാമം എന്തായിരുന്നു? ഉത്തരം ശങ്കർ. ഓർമ്മയുണ്ടല്ലോ അല്ലേ? മൂന്നാമത്തെ ചോദ്യം. നമ്മുടെ കേരള സർക്കാർ കൊണ്ടുവന്ന നമ്മുടെ കേരളം അതെന്തായിരുന്നു? എല്ലാ സർക്കാർ സേവനങ്ങൾക്കും വേണ്ടിയുള്ള ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷൻ. അവസാന ചോദ്യം. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 21. കൊള്ളാം. എല്ലാത്തിനും ശരി ഉത്തരം പറഞ്ഞവർക്ക് അഭിനന്ദനങ്ങൾ. ഒന്നോ രണ്ടോ തെറ്റിപ്പോയെങ്കിൽ വിഷമിക്കണ്ട, നമ്മൾ ഇനിയും പഠിക്കും. ഈ തുടർച്ചയാണ് പ്രധാനം. സ്ഥിരമായി പഠിക്കുന്നവരെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അടുത്ത ദിവസത്തെ കറന്റ് അഫയേഴ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്നായി പഠിക്കുക. നന്ദി.